റസൂലുള്ള ഇങ്ങനെ പറയാണ്, ഇന്നലിൽ മൗതി ലസഖറാത്ത്, ഇന്നലിൽ മൗതി ലസഖറാത്ത്, ഇന്നലിൽ മൗതി ലസഖറാത്ത്. മരണത്തിന് എന്തൊരു വേദനയാണ് ആയിഷ, മരണത്തിന് എന്തൊരു വേദനയാണ് ആയിഷ, മരണത്തിന് എന്തൊരു വേദനയാണ് ആയിഷ. ഇത് കേട്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വാകർബാ അബാ, എന്റെ ഉപ്പക്ക് എന്തൊരു വേദനയാണ് സ്വഹാബത്തെ, എന്റെ ഉപ്പാന്റെ വേദന നിങ്ങൾ കാണുന്നില്ലേ? ഇത് കേട്ടപ്പോ സ്വഹാബി ചോദിച്ചു, റസൂലേ നിങ്ങൾക്കുമുണ്ടോ വേദന, നിങ്ങൾക്കുമുണ്ടോ നബിയെ മരണത്തിന്റെ വേദന? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അതേ നിങ്ങളിൽ രണ്ടാൾ അനുഭവിക്കുന്ന വേദന സ്വഹാബത്തെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. രണ്ടാൾ അനുഭവിക്കുന്ന വേദന സ്വഹാബികളെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പ്രവാചകൻ വേദന, മരണത്തിന്റെ വേദന കടിച്ചു പിടിച്ച ദിനരാത്രങ്ങളാണ്. ആ ദിനരാത്രങ്ങളിൽ എങ്ങനെയാണ് മുസ്ലിമേ പായസം വിളമ്പാൻ കഴിയുന്നത്? എങ്ങനെയാണ് മുസ്ലിമേ തോരണങ്ങൾ കെട്ടിക്കൊണ്ട് ദഫടിച്ചുകൊണ്ട് ജാഥ വിളിച്ചു പോകാൻ കഴിയുന്നത്? എങ്ങനെയാണ് മുസ്ലിങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷത്തിന്റെ പേരിൽ സന്തോഷിച്ചുകൊണ്ട് പാട്ടുപാടി സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക്, ആ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് മാറിക്കൊണ്ട് ആഘോഷിക്കാൻ എങ്ങനെയാണ് കഴിയുക? എങ്ങനെയാണ് ദഫടിക്കാൻ കഴിയുക? എങ്ങനെയാണ് ആഘോഷിക്കാൻ കഴിയുക? എങ്ങനെയാ കഴിയുക? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഇതാ മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് സ്വഹാബികൾക്ക് ഉപദേശം കൊടുത്തല്ലോ. പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ മാസത്തിലെ ആ തിങ്കളാഴ്ച ദിവസം ആ ദുഹാ സമയത്തോടടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് രണ്ട് കൈയും ആകാശലോകത്തേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്കെല്ലാം എതിര് പ്രവർത്തിക്കുന്നവരാണെന്ന് സമസ്തക്കാര് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. റസൂലുള്ള പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, പടച്ചോനെ എന്റെ ഖബറിനെ ആഘോഷിക്കുന്ന കേന്ദ്രമാക്കല്ലേ, ഉത്സവ പറമ്പാക്കല്ലേ. അല്ലേ ഇന്നത്തെ കേരളത്തിലെ ഖബറുകളുടെ അവസ്ഥ എന്താ? ആലോചിച്ചു നോക്ക്. ബിംബങ്ങളെ പോലെ കെട്ടിയുണ്ടാക്കിയതിന്റെ മുന്നിൽ സുജൂദ് നടത്തുകയാണ്. അങ്ങനെ ഖബറിന്റെ വിഷയത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൈയും ഉയർത്തുകയാണ്. റസൂലുള്ള കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ഉന്നതനായ കൂട്ടുകാരനിലേക്ക്, ഉന്നതനായ കൂട്ടുകാരനിലേക്ക്, ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് കൈയും ഇങ്ങനെ കുഴഞ്ഞു വീണില്ലേ കൂട്ടരെ, കുഴഞ്ഞു വീണില്ലേ കൂട്ടരെ. ആ റസൂലുള്ള പിന്നെ റസൂലുള്ള കൈ പൊക്കിയിട്ടില്ല, പിന്നെ റസൂലുള്ള സംസാരിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിർ റഫീഖിൽ അലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹിന്റെ അവസാനത്തെ വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലയോടെ. സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പറഞ്ഞെങ്കിൽ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച ലോകത്തോട് വിട്ടുപോയ ഈ ദിനരാത്രങ്ങളിൽ ആഘോഷിക്കാനല്ല ഒരു മുസ്ലിമിനെ കൊണ്ട് സാധിക്കേണ്ടത്, മറിച്ച് നമുക്കെല്ലാവർക്കും ഒരു നഷ്ടമാണല്ലോ റസൂലുള്ള മരിച്ചത്, അല്ലേ?